പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന അധിക വാഹനങ്ങളും BS6 വാഹനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള BS6 വാഹനങ്ങൾ, അതിപ്പോൾ കാറുകളാകട്ടെ, ഓട്ടോറിക്ഷകളാകട്ടെ, ബൈക്കുകളാകട്ടെ, ഇത്തരത്തിലുള്ള BS6 വാഹനങ്ങൾ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിത് OBD കണക്ടർ മുഖേനയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ OBD കണക്ടർ മുഖേന നമുക്ക് തന്നെ എങ്ങനെ നമ്മുടെ വാഹനം സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ തന്നെ മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻസർ വാഹനങ്ങൾ സ്കാൻ ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ OBD കണക്ടർ വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് OBD കണക്ടർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് OBD കണക്ടർ. അപ്പോൾ ഇത് പലതരത്തിലുള്ള OBD കണക്ടറുകളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിനാണ് OBD കണക്ടർ എന്ന് പറയുക. ഇതാണ് നമ്മൾ വാഹനത്തിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം. ഇതിൽ ബ്ലൂടൂത്ത് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. ഇത് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്, ഇതിൻ്റെ കൂടെ മറ്റെന്തൊക്കെയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ പറഞ്ഞു OBD കണക്ടർ, OBD 2 എന്ന് ഇവിടെ എഴുതിയത് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് മറ്റൊരു സാധനമാണ്, നമ്മൾ ബൈക്കുകളിലും അതുപോലെ തന്നെ BS6 ഓട്ടോറിക്ഷകളിലൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണിത്. അതായത് കാറുകളിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു കണക്ടർ വരുന്നത്, എന്നാലും അധിക വണ്ടികളിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണക്ടർ ഇല്ലാത്ത വണ്ടികൾക്ക് ഈ ഒരു കണക്ടറാണ് വരിക, ഇത്തരത്തിൽ ചെറിയൊരു കണക്ടർ. അപ്പോൾ ഈ ഒരു OBD കണക്ടർ ശരിക്കും നമ്മൾ മൊബൈൽ ഫോണിൽ OTG ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് OTG ആക്കാൻ പറ്റും. അതായത് ഇതിൽ കണക്ട് ചെയ്ത് ആ ഒരു ഏതാണ് ചെറിയ പിന്നുള്ള ആ ഒരു ഡിവൈസിന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈക്കുകളിലൊക്കെ അധികം ഇതന്നെയാണ് വരുന്നത്. BS6 ബൈക്കുകളിൽ സ്കാൻ ചെയ്യാൻ ഈ ഒരു പോർട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് മുഖേന നമുക്ക് മറ്റു വാഹനങ്ങളും സ്കാൻ ചെയ്യാം. അപ്പോൾ 2 കണക്ടറുകൾ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ കാർ BS6 അതായത് സെൻസറുള്ള ഒരു കാറാണെങ്കിൽ, സെൻസർ മുഖേന വർക്ക് ചെയ്യുന്ന BS6 വാഹനങ്ങളാണെങ്കിൽ ഈ ഒരു പോർട്ട് അതിനുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ചെറിയ പോർട്ട് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ വാഹനത്തിന് പേര് കൊടുത്തിട്ട് അതിലെവിടെയാണ് ആ ഒരു പോർട്ട് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വാഹനം Zen ആണ്. അപ്പോൾ Zen XT-ലോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വാഹനത്തിൽ ഇതുപോലെ വന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു പോർട്ട് കാണാൻ പറ്റും. ഈ ഒരു പോർട്ടാണ് നമ്മൾ OBD പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഒരു OBD 2 എന്ന കണക്ടർ, ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്കത് ബ്ലൂടൂത്ത് വഴി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ OBD കണക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, വണ്ടി ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്, വണ്ടി ഫുള്ള് ഓഫിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ OBD കണക്ടർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് കറക്റ്റ് വെക്കണം. തല തിരിഞ്ഞ് നമ്മൾ ഒരിക്കലും കുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ടിൽ ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഓഫാക്കി കാണിച്ചു തരാം. ഇതുപോലെ ഇവിടെ ഒരു റെഡ് LED അവിടെ കത്തുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ OBD കണക്ടർ നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ ഒരു റെഡ് LED ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാറിൻ്റെ കീ ഒന്ന് ഓണാക്കാം. ഓക്കെ, കാറിൻ്റെ കീ ഓണാക്കി മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ആദ്യം കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം മൊബൈൽ ഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ OBD 2 എന്ന പേരിൽ ബ്ലൂടൂത്ത് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ഓൺ ചെയ്യണം. ലൊക്കേഷൻ ഓൺ ചെയ്ത് നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ OBD 2 കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡൺ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ OBD 2 കണക്റ്റ് ആയാൽ ഇതുപോലെ ഗ്രീൻ LED ബ്ലിങ്ക് ആവും. അപ്പോൾ ടോർക്കിൻ്റെ OBD ചെക്ക് എന്ന ആപ്ലിക്കേഷനാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ പൈസ കൊടുത്ത് ഈ ഒരു ഇത് വാങ്ങേണ്ടി വരും. അപ്പോൾ അതില്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ പോയി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും OBD ചെക്ക്, ഈ ടോർക്കിൻ്റെ ആപ്പ്. അപ്പോൾ ഈ ടോർക്ക് എന്ന് സെർച്ച് ചെയ്ത് OBD 2 ടോർക്ക് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു പ്രോ വെർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വെർഷനുകൾ പ്ലേ സ്റ്റോറിലുണ്ട്. പക്ഷേ അതിലൊന്നും ഇത്ര ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു
OBD ചെക്ക് ടോർക്കിൻ്റെ ഈ ഒരു ആപ്പ് പ്രോ വെർഷന് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ പൈസ കൊടുക്കണം. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം OBD കണക്ടർ കണക്ട് ചെയ്തു. ഇവിടെ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ അവിടെ അത്തരത്തിൽ റെഡ് LED മാത്രം ബ്ലിങ്കായി. അങ്ങനെ റെഡ് LED മാത്രം ബ്ലിങ്കായപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് കണക്ട് ചെയ്തു. ഫോണിലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തു. OBD2 കണക്ട് ചെയ്തപ്പോൾ ഇത്തരത്തിൽ റെഡും അതുപോലെ തന്നെ ബ്ലൂ LEDയും കൂടിയുള്ള ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ ബ്ലൂടൂത്ത് മൊബൈൽ ഫോണിൽ കണക്റ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് OBD2 എന്ന ആ ഒരു ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാറിലുള്ള OBD പോർട്ട് ഇത്തിരി ഓൾഡ് മോഡലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആപ്പിലൂടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ OBD പോർട്ടുള്ള വണ്ടികൾക്ക് തന്നെ ചില ഓൾഡ് മോഡൽ വണ്ടികളാണെങ്കിൽ ഈ ഒരു ഡിവൈസ് കണക്റ്റ് ആവില്ല. കണക്റ്റ് ആവും, പക്ഷേ അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടില്ല. ഈ ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്യാനുള്ള ഒന്നും നമുക്ക് കിട്ടില്ല ചില ഓൾഡ് മോഡൽ OBD പോർട്ടുകളാണെങ്കിൽ. അപ്പോൾ ഇത് ഏകദേശം ഓൾഡ് മോഡലാണെന്ന് തോന്നുന്നു OBD പോർട്ട്. ഇതിന് ആയിട്ട് ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ടോർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇത്തരത്തിൽ ഇൻ്റർഫേസ് ലഭിക്കും. കണക്ട് ചെയ്താൽ അവിടെ ആ ബ്ലിങ്കിങ് നിൽക്കും അവിടെ. ഓക്കെ, ആ OBDയുടെ ആ ഒരു ചിഹ്നം നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അതവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വാഹനത്തിൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഒരു OBD കണക്ടറിൻ്റെ ആ ഒരു ചിഹ്നം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്താൽ പിന്നെ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ജസ്റ്റ് കീ ഒന്ന് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്കിതുപോലെ ഈ ഒരു ആക്സിലേറ്റർ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ഈ ഒരു ഇത് നീങ്ങുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ അടുത്ത ഓപ്ഷൻ കാണിച്ചു തരാം. ഈ ഒരു റിയൽ ടൈം ഇൻഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ RPM മീറ്റർ, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ കാണാൻ പറ്റും. ഇനി നമ്മൾ വാഹനം ചെക്ക് ചെയ്യൽ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ മീറ്റേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാഹനത്തിൽ ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് അവിടെ കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുന്നതാണ്. ഇനി ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്യാൻ ഫാൾട്ട് കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ കണക്റ്റഡ് ആയി എന്ന് കാണിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇത് ഇത്തിരി ഓൾഡ് വെർഷൻ OBD പോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ കണക്റ്റഡ് ആയാലും ഇവിടെ കുറേ എഴുത്തുകൾ കാണിക്കും. അപ്പോൾ എഴുത്തുകൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ റീഫ്രഷ് എന്നുള്ളത് ഇവിടെ ഈ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റീഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റീഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു എഴുത്ത് പോകും. അങ്ങനെയാണ് നമ്മൾ ഫാൾട്ട് കോഡ് ക്ലിയർ ചെയ്യുന്നത്, അതായത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം റിഫ്രഷ് ആക്കിയിട്ടും പിന്നെയും ഇവിടെ എഴുത്തുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്കാനർ ഉപയോഗിച്ച് നന്നാക്കി തന്നെ വേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ സെൻസർ വർക്കിംഗ് അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ വരുന്നത്. അതായത് നമ്മൾ റീഫ്രഷ് അടിക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു എഴുത്ത് കാണിക്കില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാപ്പ് വ്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാഹനം എവിടെയാണ് നിർത്തിയിട്ടുള്ളത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ടെസ്റ്റ് റിസൾട്ട്, അഡാപ്റ്റർ സെറ്റിങ്സ്, അതായത് അഡാപ്റ്ററിന് എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ശരിയാക്കാൻ പറ്റും ഈ ഒരു അഡാപ്റ്ററിന്. പിന്നെ ഹെൽപ്പ്, പിന്നെ ഇവിടെ സെറ്റിങ്സിലേക്ക് വന്നാൽ വെഹിക്കിൾ പ്രൊഫൈല്, ക്വിറ്റ്, ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ആവാൻ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. OBD അഡാപ്റ്റർ എന്നുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ചൂസ് ബ്ലൂടൂത്ത് ഡിവൈസ്, ഇതിലിപ്പോൾ OBD2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഡിഫോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ OBD2 തന്നെ കണക്ട് ചെയ്താൽ എപ്പോഴും നമ്മൾ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പറഞ്ഞത് ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ റിയൽ ടൈം ഇൻഫർമേഷൻസ് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ മീറ്റേഴ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിലും കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ടോർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാഹനം സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ആദ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം. അപ്പോൾ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇവിടെ സെറ്റിങ്സിൽ നിന്നൊരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്വിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കടന്ന ശേഷം നേരെ നമ്മൾ വണ്ടി ഓഫ് ചെയ്യാം. അപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് ശേഷം നമ്മൾ ഈ ഒരു ഇത് ഊരുക, OBD കണക്ടർ ഇവിടെ നിന്ന് ഊരുക. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഊരി. അപ്പോൾ വാഹനം നമ്മൾ
സ്റ്റാർട്ടിങ്ങിലായിരിക്കെ OBD കണക്ടർ ഊരിയാൽ അത് വളരെയധികം പ്രശ്നമാകും. ചിലപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടാവാതെ വരും സെൻസർ കംപ്ലൈൻറ്റുകൾ കാരണം. ചില ഫയലുകൾ ഡാറ്റാസ് ചോർന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. അപ്പോൾ OBD സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം OBD പോർട്ട് ആദ്യം വാഹനത്തിൽ കണക്ട് ചെയ്ത ശേഷം നമ്മൾ ചാവി ഓൺ ചെയ്ത ശേഷം നമ്മുടെ ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്തു. ബ്ലൂടൂത്തിൽ പോയി കണക്ട് ചെയ്തു ശേഷം OBDയുടെ ടോർക്ക് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിൽ ഓൾറെഡി കണക്റ്റഡ് ആയി. അപ്പോൾ അതിൽ കണക്റ്റഡ് ആയ ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ ഫാൾട്ട് കോഡ് ചെക്ക് ചെയ്തു. പിന്നെ RPM മീറ്റേഴ്സ് കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഒക്കെ ചെയ്ത ശേഷം ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കടക്കണം. ആദ്യം ക്വിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ആദ്യം ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് കടക്കണം. പുറത്ത് കടന്ന ശേഷം മാത്രം വാഹനം ഓഫ് ചെയ്യുക. എന്നിട്ട് OBD കണക്ടർ ഊരുക. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. അഥവാ വാഹനം സ്റ്റാർട്ട് ആയി കിടക്കുന്ന സമയത്ത്, അതായത് OBD പോർട്ട് ആപ്ലിക്കേഷനിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഊരുകയോ മറ്റോ ചെയ്താലും നമ്മുടെ വാഹനം കേടുവരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്റ്റാർട്ടായില്ല എന്നും വരാം. ഓക്കെ, അപ്പോൾ OBD കണക്ടർ മുഖേന സ്കാൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ OBD കണക്ടർ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലാണ് ലഭിക്കുക. ഇതിൽ OBD കണക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതിനുള്ളിലായിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ചെറിയ ഫ്ലോപ്പി ഡിസ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോപ്പി ഡിസ്ക് മുഖേന നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫ്ലോപ്പി ഡിസ്കിനുള്ള ഫ്ലോപ്പി ഡ്രൈവുകളൊന്നും അവൈലബിൾ അല്ല, ഒക്കെ ഓൾഡ് വെർഷനായി പോയി. അതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി തന്നെ സ്കാൻ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് OBD കണക്ടർ ഊരാൻ പാടില്ല. ഊരിയാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്കാനിങ് ഒരു ഡാറ്റ ചിലപ്പോൾ ചോർന്ന് പോകാൻ സാധ്യതയുണ്ട്. വണ്ടി സ്റ്റാർട്ടാവാതെ വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ വണ്ടി സ്കാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്.